നമസ്കാരം. ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്യാനിരിക്കുന്നു. റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഫെബ്രുവരി 7-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് കുംബ്ലങ്ങി നൈറ്റ്സ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. ഈ സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ, സൗബിൻ ഷായർ, അതുപോലെ തന്നെ ഷൈൻ നിഗം തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട്. ഈ പേരുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇവരുടെ സിനിമകളൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ മികച്ച സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം കൃത്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കുംബ്ലങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. ഫെബ്രുവരി 7-ാം തീയതി റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമ പൃഥ്വിരാജ് നായകനാവുന്ന നയൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മലയാള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം സിനിമയിലൂടെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് നയൻ. പൃഥ്വിരാജിന്റെ ഓൺ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സോണി പിക്ചേഴ്സും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും നയൻ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് മമ്മൂക്ക നായകനാവുന്ന യാത്ര എന്ന് പറഞ്ഞ സിനിമ. YSR റെഡ്ഡിയുടെ ജീവിതം പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഈ സിനിമ ഓൾറെഡി തന്നെ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. കാരണം ഇതിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്കും വരുന്നുണ്ട്. ഈ സിനിമ ഡബ് ചെയ്തിരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മികവുറ്റ രീതിയിൽ തന്നെയാണ് മലയാളത്തിൽ ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഫെബ്രുവരി 14-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ പാട്ട് പുറത്തു വരുന്ന സമയത്തും ട്രെയിലർ പുറത്തു വരുന്ന സമയത്തും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഈ സിനിമ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒമർ ലുലുവിന്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളായിരിക്കും. അദ്ദേഹത്തിന്റെ 2 സിനിമകളും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരുന്നു. പക്ഷേ എന്റർടൈൻമെന്റ് സിനിമകളാണ് കൂടുതലായിട്ടും അദ്ദേഹം ഇറക്കുന്നത്. പക്ഷേ കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു അഡാർ ലവ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഫെബ്രുവരി 15-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന നായികാ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ജൂൺ എന്ന് പറഞ്ഞ സിനിമ. രജിഷ വിജയനാണ് സിനിമയ്ക്കകത്ത് നായിക വേഷത്തിലെത്തുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസ് ആണ്. സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം സിനിമയുടെ പാട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് വളരെ മികവോടെ അത് ഒരുക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 21-ന് റിലീസ് ചെയ്യുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ദിലീപേട്ടനാണ് നായക വേഷത്തിലെത്തുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഉള്ള ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇതിനകത്ത് ദിലീപേട്ടൻ ഒരു വിക്കനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് വരുന്നത്. അതിനകത്ത് കോമഡിയും അതുപോലെ തന്നെ ത്രില്ലറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ദിലീപിന്റെ കഴിഞ്ഞ സിനിമ, അതായത് കമാര സംഭവം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിനകത്ത് വലിയ വിജയമായിട്ട് മാറാത്തൊരു സിനിമയായിരുന്നു. ഈ ഒരു സിനിമ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദിലീപേട്ടന്റെ പഴയ കോമഡി രീതിയിലുള്ള ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 22-ന് റിലീസ് ചെയ്യുന്ന സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാളിദാസ് ജയറാമാണ് ഈ സിനിമയ്ക്കകത്ത് നായക വേഷത്തിലുള്ളത്. പിന്നീട് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫാണ്. ജിത്തു ജോസഫ് മൈ ബോസ് എന്ന് പറഞ്ഞ ദിലീപിനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കോമഡി സിനിമ വളരെയധികം ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ അകത്തും കോമഡി തന്നെയാണ് സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രീതിയിൽ ഈ സിനിമ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമകളൊക്കെയാണ് ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്നത്. ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ള കഥാസന്ദർഭങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഥാരീതിയും പറയുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമകളിലെല്ലാം പ്രതീക്ഷ അർപ്പിക്കാം. ഫെബ്രുവരി മാസം നല്ലൊരു സിനിമാ മാസമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.